സൗദിയിലെ ജിദ്ദയിൽ മലയാളിയെ കൊന്ന കേസിൽ ഈജിപ്ഷ്യൻ പൗരന് വധശിക്ഷ നടപ്പാക്കി. മലപ്പുറം പറവൂർ സൂപ്പി ബസാറിലെ നമ്പിയാടത്ത് കുഞ്ഞലവിയെ കൊന്ന കേസിലാണ് ശിക്ഷ നടപ്പാക്കിയത്. ഈജിപ്ഷ്യൻ പൗരൻ അഹമ്മദ് ഹുഹാദിന്റെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. 2021 ഓഗസ്റ്റ് 1-നാണ് ഇദ്ദേഹത്തെ ട്രക്കിൽ വെച്ച് കൊള്ളയടിച്ച ശേഷം കൊന്നത് എന്നാണ് കേസ്. മലപ്പുറം കോട്ടക്കൽ പറപ്പൂർ സ്വദേശിയായ സൂപ്പി ബസാറിലെ അമ്പിയാടത്ത് കുഞ്ഞലവിയെ ഓഗസ്റ്റ് 3-നാണ് ജിദ്ദയിൽ വാഹനത്തിനകത്ത് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 42 വയസ്സായിരുന്നു അന്ന് പ്രായം. ജോലി കഴിഞ്ഞ് എത്തേണ്ട സമയമായിട്ടും താമസ സ്ഥലത്ത് തിരിച്ചെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് മക്ക മദീന എക്സ്പ്രസ് ഹൈവേയിൽ താൻ ഓടിച്ചിരുന്ന വാഹനത്തിനകത്ത് കുത്തേറ്റ നിലയിൽ കുഞ്ഞലവിയെ കണ്ടെത്തിയത്. കമ്പനിയിൽ അടയ്ക്കേണ്ടിയിരുന്ന പണവും നഷ്ടമായതായി കണ്ടെത്തി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കൂടെ യാത്ര ചെയ്തിരുന്ന ഈജിപ്ഷ്യൻ പൗരനെ പ്രതിയെന്ന് കണ്ടെത്തി പിടികൂടുകയും ചെയ്തു. ഈജിപ്തിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വേഗത്തിൽ കോടതി നടപടികൾ നീങ്ങി. ഹീനമായ കൊലപാതകത്തിനുള്ള വധശിക്ഷ എല്ലാ കോടതികളും ശരിവെച്ചതോടെ ഇന്ന് വധശിക്ഷ നടപ്പാക്കി. ഉമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബം കോട്ടക്കൽ ചാപ്പനങ്ങാടിയിലെ വാടക വീട്ടിലായിരുന്നു അന്ന് താമസം. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിൽ നിന്നും അവധി കഴിഞ്ഞ് കുഞ്ഞലവി സൗദിയിൽ തിരിച്ചെത്തിയത്. മറ്റൊരാളുടെ സ്വത്ത് കൊള്ളയടിച്ച് ജീവിതം അപഹരിക്കാൻ ഒരാൾക്കും അധികാരമില്ലെന്ന് വിധിക്ക് പിന്നാലെ ആഭ്യന്തര മന്ത്രാലയം സൗദിയിലെ ജിദ്ദയിൽ മരണപ്പെട്ട നമ്മളെ മലയാളിയായ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഈജിപ്ഷ്യൻ മനുഷ്യനെ ഇന്നലെ വധശിക്ഷ നടപ്പാക്കി. അടുത്തൊരു ന്യൂസ് അല്ലേ. ഇങ്ങനത്തെ നമ്മൾക്ക് ഇങ്ങനെ നിയമം നമ്മൾ എവിടെയും കൊണ്ടുവരണം. സൗദി അറേബ്യ പോലെ തന്നെ എല്ലാ രാജ്യം എന്ത് തെറ്റുകുറ്റങ്ങൾ എത്ര ആൾക്കാരെ കൊന്നാലും എന്ത് പ്രശ്നം വന്നാലും ഉടനടി വീണ്ടും ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നടക്കും. ആരെ കൊന്നാലും, സ്വന്തം മക്കളെ ബലാത്സംഗം ചെയ്ത് കൊന്നാലും, സ്വന്തം അമ്മനെ കൊന്നാലും, അച്ഛനെ കൊന്നാലും, നാട്ടുകാരെ കൊന്നാലും, ആരെ കൊന്നാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ കണ്ടോ, ഈജിപ്ഷ്യൻ പൗരനെ തൂക്കിലേറ്റി. അവിടെ കുറേ വിചാരണയും കാര്യങ്ങളൊന്നും ഇല്ല. തെറ്റ് കറക്റ്റ് സത്യമാണെന്നുണ്ടെങ്കിൽ, കുറ്റം കറക്റ്റ് ചെയ്ത് ശരിയാണെന്നുണ്ടെങ്കിൽ അവിടെ വിധിയുണ്ട്. ഈ വ്യക്തി പറഞ്ഞാൽ ട്രക്കർ ഓടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ട്രക്കർ ഓടിച്ചുകൊണ്ട് ജീവിതം പുലർത്തിക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു. അവരെ കയ്യിലുള്ള ക്യാഷിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കൊല നടന്നതെന്നാണ് പറയണത്. എന്തായാലും നിയമം ഒന്നേ ഉള്ളൂ, തൂക്കുമരം അല്ലേ. കൊലപാതകത്തിന് കൊലപാതകം, കൈയെടുത്തവനെ കൈയെടുക്കുക. അങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ നാട്ടിലും വരണം. അപ്പം എത്രത്തോളം ക്രിമിനൽ കുറ്റങ്ങളും പ്രശ്നങ്ങളും നമ്മളെ നാട്ടിൽ കുറഞ്ഞിരുന്നില്ലേ. ഇപ്പോൾ പറയില്ല 14 വയസ്സായ ആൾക്കാരെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ. ആ 16 വയസ്സായ കുട്ടിക്കൊക്കെ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ചെയ്യൂലായിരുന്നു. ഇവിടെ നമ്മളെ നാട്ടിൽ പേടിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ എന്ത് കുറ്റകൃത്യം ചെയ്യാനും ആൾക്കാർ പ്രശ്നമില്ലാതായി മാറുന്നത്. അപ്പോൾ ആ ഒരു ഈ 2 ദിവസമായിട്ട് ഭയങ്കര സങ്കടപ്പെട്ട ന്യൂസുകളാണ് വരുന്നത്. ഇപ്പോൾ ഈജിപ്ഷ്യൻ പൗരനെ തൂക്കിലേറ്റി. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ നിയമങ്ങളും കാര്യങ്ങളും വരണം അല്ലേ. സ്ത്രീകൾക്ക് നടന്നു പോകാനും നല്ലൊരു സെക്യൂരിറ്റി എല്ലാം ആയിട്ടുള്ളൊരു നാടായിട്ട് നമ്മൾ കേരളവും മാറണം. പടച്ചവൻ അറിയാം എന്നും മാറുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.